மனதில் ஒரே ஒரு பூ பூத்தது, பூ பூத்தது. மனதில் ஒரே ஒரு பூ பூத்தது, பூ பூத்தது. மலரும் நினைவுகள் நான் சொல்வது. மனதில் ஒரே ஒரு பூ பூத்தது, மனதில் ஒரே ஒரு பூ பூத்தது. சொல்வான் கண்களில் அந்த ஞானி. வலை வீசும் கனவிலே வந்து போவான். கலைமானின் நெஞ்சிலே சொந்தமாவான். தாயாக மாறும் அவன் தாலாட்டு பாட்டு. சேயாக எனது மனம் தேனூர கேட்டு. குரலில் சங்கீதம் கூடு கட்டும் அங்கே. குரலில் கூடு கட்டும் அங்கே. இதயம் சிறகடிக்கும் என் வீட்டிலே. மனதில் ஒரே ஒரு பூ பூத்தது, பூ பூத்தது. மலரும் நினைவுகள் நான் சொல்வது. மனதில் ஒரே ஒரு பூ பூத்தது, மனதில் ஒரே ஒரு பூ பூத்தது. விடிந்தாலே நான் தினம் ஏங்க வேண்டும். வழி பார்த்து வாசலில் காக்க வேண்டும். என் மன்னன் அன்பிலே தோற்க வேண்டும். ஆண் பிள்ளை விடக்கூடாத பெண்ணே. கொத்தடிமை பழக்கமெல்லாம் ஆகாத கண்ணே. ஆடவன் அடங்கினால் மீசையது எதுக்கு? மனதில் ஒரே ஒரு பூ பூத்தது, பூ பூத்தது. மலரும் நினைவுகள் நான் சொல்வது. மனதில் ஒரே ஒரு பூ பூத்தது, மனதில் ஒரே ஒரு பூ பூத்தது. ബ്യൂട്ടിഫുൾ മോളെ. അർച്ചന സുന്ദരിയായിട്ടുണ്ട് സാരിയെ കൊടുത്ത്. ചോദിക്കാം ചേച്ചി. അർച്ചന പെണ്ണെ എന്തോ സുന്ദരമായിട്ട് പാടി. എനിക്ക് മോളുടെ വോയിസ് ത്രൂ ഔട്ട് ദ സോങ് നല്ല ക്ലീൻ ആയിരുന്നു. നമ്മൾ ഒരുപാട് പഴയകാല പാട്ടുകൾ കേൾക്കുമ്പം രാജാ സാറിന്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്രിയേഷൻ. അത് എന്ത് ബ്യൂട്ടിഫുൾ അത് കേൾക്കാൻ. നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയ്ക്ക് വലിയൊരു കയ്യടി. നിങ്ങൾ അതിമനോഹരമായിട്ട് വായിച്ചു. ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ, അതായത് കനവിലെ, അത് ഐ തിങ്ക് മോൾക്ക് തന്നെ മനസ്സിലായി കാണും. അത് പാടുന്നതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഫൈൻ ട്യൂണിങ്. ഞാനത് എനിക്ക് ഒട്ടുമിക്ക ഭാഗങ്ങളും
മോള് പാടിയത് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കൂടുതൽ മറ്റു ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇറ്റ് വാസ് എ വെരി ഗുഡ് സിംഗിങ്. എന്തായാലും ആ വോയിസ് ടെക്സ്ചർ മോള് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. ഇനി നന്നായി പാടട്ടെ. താങ്ക് യു ചേച്ചി. ശരത് സർ. Come on everybody. യെസ് സർ. നല്ല പാട്ട്. കാര്യം അതൊരു എന്താ പറയുക, ഒരു പഴയ രീതിയിൽ ചെയ്ത ഒരു പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് നല്ല സെലക്ഷൻ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് ആ എന്താ പറയുക, ഈ അനുപല്ലവിയുടെ തുടക്കത്തിലുള്ള ഒരു ആ മുകളിൽ പാടുന്ന പോർഷനിലുള്ള ഒരു സുഖക്കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് പാടിക്കോ, പിടിച്ചു. കുഴലോതും കണ്ണനിൻ വണ്ണമേനി കதை சொல்வான் கண்களில் அந்த ஞானி வலை வீசும் கனவிலே வந்து പോവാൻ. അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ട് ഇപ്പോഴും. അത് കുഴപ്പമില്ല, ശരിയാക്കിക്കൊള്ളുക കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, എം ജി സർ. അർച്ചന സർ. ഇതൊരു പഴയ സോങ് ആണല്ലേ? അതെ സർ. സാറിന്റെ തുടക്കകാലത്തുള്ള സോങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 2-3 കാര്യങ്ങള് മോള് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ മൈക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് വെക്കരുത്. അത് മസ്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാരിറ്റി കിട്ടത്തില്ല. പാട്ടിൻ്റെ ആയാലും ലിറിക്കലായാലും ക്ലാരിറ്റി വിൽ ബി വെരി ലോ. ഒന്ന് മൈക്കൊന്ന് അകത്തേന്ന് വെച്ചിട്ട് ഒന്ന് തുറന്നൊന്ന് പാടിക്കും. അല്ല, അടുപ്പിക്കണ്ട, കുറച്ച്. മനതിൽ ഒരേ ഒരു പൂ പൂത്തത്, പൂ പൂത്തത്, മലരും നിனைவுகள் நான் சொல்து, മനതിൽ ഒരേ. അടുപ്പിക്കരുത്. ഈ കൂടുതൽ കൂടെ അടുപ്പിച്ച് പോകുമ്പോഴേ ഇങ്ങനെ വരും. പാറു, എനിക്ക് കാണാൻ വയ്യ, കുറച്ച് ദൂരെയാണ് പിടിച്ചത്. ആ സർ, പക്ഷെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും അത് ശ്രദ്ധിക്കണം കേട്ടോ മോളെ. നല്ല പാട്ടുകാരിയാണ്, നല്ല ശബ്ദം, നല്ല രസമായിട്ട് പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ വെറുതെ ഈ മൈക്ക് വെച്ച്, അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ ഇവര് വെക്കുന്ന പോലെ, പാറു ഒക്കെ വെക്കുന്ന പോലെ സാധനം വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഇങ്ങനെ അനങ്ങാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. അർച്ചന പെണ്ണേ, ഈ പെർഫോമൻസിന് 8.7. താങ്ക് യു ചേച്ചി. ശരത് സർ. എം ജി സർ. 8.6. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.3.